പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതം. രാജ്യത്തെ രണ്ടാം ഘട്ട പൊതു തിരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 26-ന് നടക്കുവാൻ പോകുന്നത്. കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലം അടക്കം 13 സംസ്ഥാനങ്ങളിലായി 88 പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ അടുത്ത കാലത്തായി വലിയ ഈ വോട്ടർമാരുടെ ഇടയിൽ വലിയ സംശയങ്ങളാണ് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. സുപ്രീം കോടതി അഭിഭാഷകർ വരെ ഇത് വേണ്ടി വന്നാൽ അങ്ങനെ ഒരു അപാകത വരുത്തുവാൻ EVM മെഷീന് സാധിക്കും എന്ന വസ്തുത പൊതുജനങ്ങളെ ഇടയിലേക്ക് അഭിഭാഷകർ വരെ വെച്ച സാഹചര്യം നമുക്കറിയാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമാകണം എന്ന് തന്നെയാണ് രാജ്യത്തെ എല്ലാ വോട്ടർമാരുടെയും ആഗ്രഹം. ആ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് നമുക്കറിയാം. ഓരോ വോട്ടർക്കും ഏകദേശം 1000 രൂപയോളമാണ് നമ്മുടെ അധികാരികൾ ചിലവഴിക്കുന്നത്. അത്ര തന്നെ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിൽ ഈ വോട്ടർ എന്ന നിലയിൽ നമുക്കും അതിൻ്റെ പങ്കാളിത്തം വഹിക്കുവാനുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. നാം പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് നമ്മുടെ കയ്യിലും മറ്റേ വിരലിൽ മഷി പുരട്ടി നമ്മുടെ വോട്ടിംഗ് മെഷീൻ്റെ അടുത്തേക്ക് ചെന്നാൽ നാം ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഏതാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ചിഹ്നം ഏതാണോ, ആ ചിഹ്നത്തിൽ നമ്മൾ വിരൽ അമർത്തിയതിന് ശേഷം ഏകദേശം ഈ 7 സെക്കൻഡോളം ഈ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ പേരും നമ്മൾ വോട്ട് ചെയ്ത ചിഹ്നവും ഈ മെഷീൻ സ്ക്രീനിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ആ ചിഹ്നവും ആ സ്ക്രീനിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ഒരു വോട്ടർ എന്ന നിലയിൽ നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു പൊതു തിരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത ഉറപ്പ് വരുത്തുന്നതിനായി ഓരോ വോട്ടറും നാം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സ്ക്രീനിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവൂ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.